نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏത് സാഹചര്യത്തിലും കാത്തു സൂക്ഷിച്ച് നല്ല മനുഷ്യരായി അഥവാ നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ശഅബാൻ 11. പരിശുദ്ധ റമളാൻ സമാഗതമായി കൊണ്ടിരിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാം ആ മഹത്തായ അനുഗ്രഹീതമായ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. റമളാനിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്നതാണ്. ഹുദൽ ലിന്നാസ്, അത് മനുഷ്യർക്കൊക്കെ മാർഗദർശനമായി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇറക്കിയ ഗ്രന്ഥമാണ്. മനുഷ്യനെ നന്നാക്കാൻ, മനുഷ്യരെ സംസ്കരിക്കാൻ, മനുഷ്യർക്ക് വെളിച്ചമേകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദിവ്യ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ഇരുൾമൂടി കിടക്കുന്ന മനുഷ്യ മനസ്സ്, അല്ലെങ്കിൽ പല ആശയങ്ങളും ആദർശങ്ങളുമായി കെട്ടുപണഞ്ഞു കിടക്കുന്ന സങ്കീർണമായ മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സിൽ എന്താണ് കൃത്യമായ ശരിയായ വെളിച്ചവും സന്ദേശവും എന്ന് അലഞ്ഞു നടക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ
വളരെ ആർജവത്തോടെ, വളരെ വസ്തുനിഷ്ഠപരമായി നമുക്ക് പറയാം, വിശുദ്ധ ഖുർആനാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകുന്നത്. മനുഷ്യനെ സംസ്കരിക്കുവാൻ അള്ളാഹു ഇറക്കിയ ഒരു വേദഗ്രന്ഥമാണത്. ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യം മനുഷ്യനെ സംസ്കരിക്കണം. നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ തിന്മകൾ, ചെറിയ ചെറിയ കറുത്ത പാടുകൾ ഉണ്ടാകും. അങ്ങനെ തിന്മകൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സ് കറുത്തിരുണ്ടതാകും. അങ്ങനെ ഒരുതരം തുരുമ്പ് പിടിച്ച അവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സ്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആൻ നൽകിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വെള്ളം കൊണ്ട് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഇരുമ്പ് നനഞ്ഞാൽ തുരുമ്പ് പിടിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ ഗ്യാപ്പില്ലാതെ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ കമ്പിയുടെ ഭാഗമൊക്കെ അടച്ച് കളയുന്നത്. അത് ഏറെ നനവ് ഇതൊക്കെ ഉണ്ടായാലും തുരുമ്പ് വരും. അങ്ങനെ മനുഷ്യ മനസ്സുകൾക്കും തുരുമ്പ് പിടിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, ദൈവദൂതരെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിന്റെ തുരുമ്പ് പോക്കുക? ആ മനസ്സിന്റെ തുരുമ്പൊക്കെ ഞാൻ പോക്കുക. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കുക. 2, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. ഈ 2 മാർഗമാണ് തുരുമ്പ് പിടിച്ച മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ, മനസ്സിനെ ക്ലിയറാക്കാൻ, നന്നാക്കാൻ, അങ്ങനെ സംസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ സംസ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് ഈ ഖുർആൻ നമുക്ക് നൽകിയത്. ആ ഖുർആനിന്റെ അവതരണത്തിന്റെ ആരംഭം കുറിച്ചത് നമുക്കൊക്കെ അറിയാം. ഹിറാ ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ആ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മനുഷ്യന്റെ സമീപസ്ഥമായ ഉപരിലോകത്തേക്ക് ഇറക്കിയത് റമദാനിലാണ്. ആ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, സംശുദ്ധമായ ഒരു മനസ്സോടെ നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നാണ്. ഖുർആൻ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് വ്യക്തത. ഞാൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്നിത്രയും സമയത്തിൻ്റെ ഇടയിൽ വിശുദ്ധ ഖുർആനിന്റെ 1-2 വചനങ്ങൾ ഓതി അതിൻ്റെ അർത്ഥം, ആശയം മനസ്സിലാക്കിയ എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? കഴിഞ്ഞ റമദാനിൽ നാം കൂട്ടിവെച്ച വിശുദ്ധ ഖുർആൻ മാറ്റം റമദാൻ അടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എത്രമാത്രം അതുമായി സംവദിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ അത് ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ അതവിടെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഖുർആൻ റമദാൻ എന്നാകുമ്പോൾ എടുക്കാന്നുള്ള ധാരണയില്ല. ഉബൈദത്തുൽ മുലൈക്കി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആനിന്റെ അനുയായികളെ, നിങ്ങൾ അതിനെ തലയിണയാക്കരുത്.
ഖുർആനെ നിങ്ങൾ തലയണയാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ തലക്ക് വെക്കാൻ ഉപയോഗിക്കുന്നു എന്നല്ല, മറിച്ച് അത് കെട്ടിപ്പൂട്ടി വെക്കരുത് എന്നാണ്. പഴയ കാലത്തൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എനിക്കറിയാം, ഇന്ന് ഖുർആൻ പഠനവും പാരായണവും കുറേയൊക്കെ വ്യാപിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഖുർആൻ എന്ന് പറയുന്നത് അത് നല്ല ഉറയിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഭദ്രമായി വെക്കുകയായിരുന്നു. പിന്നെ അത് എടുക്കുക, ഒന്നുകിലും മരിച്ചാൽ മരണ വീടുകളിൽ പാരായണം ചെയ്യാൻ, കബറും പുറത്തോകാം, അല്ലേ? അങ്ങനെയാണ്. പിന്നെ അതിൽ ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഇപ്പൊ ബറാത്ത് രാവ് വരാൻ പോവുക. ബറാത്ത് രാവിലൊക്കെയാണ് പിന്നെ അത് കുറച്ചൊക്കെ ഓതിയുന്നതിൻ്റെ സൂറത്ത് യാസീൻ ഒരു 3 ഓതണം എന്നൊക്കെ എൻ്റെ രക്ഷിതാക്കന്മാർ മാതാപിതാക്കന്മാർ പറഞ്ഞത് ഓർക്കുകയാണ്. ഒരു 3 യാസീൻ ഓതിക്കുന്നു. പിന്നെ നമ്മുടെ ഖുർആനിലേക്ക് പ്രധാനമായി പ്രവേശിക്കുന്ന ചില സന്ദർഭങ്ങൾ സൂചിപ്പിച്ചേ ഉള്ളൂ. അതിൽ ചില ന്യായങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നതിന് വേണ്ടിയൊക്കെ, ബർക്കത്തിന് വേണ്ടി, സുഭിക്ഷതയ്ക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ബറാത്ത് രാവിലെ ഓതുന്നവർ, റമദാനിൽ കുറച്ച് പ്രായം തന്ന ആളുകൾ പള്ളിയുടെ മേറാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഖുർആൻ ഇങ്ങനെ ഓതുന്നൊരവസ്ഥയിൽ നിന്നൊക്കെ അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിടത്ത് നിന്ന് നമ്മളതിനെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഖുർആനിനെ മനുഷ്യന്റെ കൈകളിലേക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഖുർആനിന്റെ ആശയങ്ങളെ മനുഷ്യന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറെ രൂപത്തിൽ കെട്ടിപ്പൂട്ടി വെക്കുക. ഇപ്പൊ നമ്മൾ ഷോക്കേസിൽ മനോഹരമായി ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഖുർആനിന്റെ എല്ലാ പരിഭാഷകളും ഉണ്ടാവും. എന്നിട്ട് ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ പറയും അത് ഇന്നാളെ പരിഭാഷ, അത് ഇന്നാളെ ട്രാൻസ്ലേഷൻ, ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണേ. അത് വേണമെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് കഴിഞ്ഞായിരിക്കും ആ ഷോക്കേസ് ഉണ്ടാവുക. അങ്ങനെ ഷോക്കേസുകളിലെ അലങ്കാര വസ്തുവായി പുതിയ കാലഘട്ടത്തിൽ ഖുർആൻ മാറിപ്പോയിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെ ഒന്നല്ല. റസൂല് പറഞ്ഞത് ഖുർആൻ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കരുത്, രാപ്പകലുകളിൽ അത് വേണ്ട വിധം നിങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യണം, പാരായണം ചെയ്യണം. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളത് പ്രചരിപ്പിക്കുകയും നിങ്ങളത് ഭംഗിയായി പാരായണം ചെയ്യുകയും ഖുർആനിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ വിജയികളായേക്കാം. ആ ഹദീസിന്റെ ആശയം അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്. നിങ്ങളതിനെ നന്നായി പാരായണം ചെയ്യുക, അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സുകളോടാണ് സംവദിക്കുന്നത്, വരാരോടുമല്ല, നമ്മോടാ പറയുന്നത്. നമുക്കറിയുന്നതാണ്, നമുക്ക് തന്ന അള്ളാഹുവിന്റെ ഒരു ഗിഫ്റ്റാണ് വിശുദ്ധ ഖുർആൻ. ആ ഗിഫ്റ്റ് ഇറങ്ങിയതാണ് പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആ ഖുർആൻ മനുഷ്യ മനസ്സുകളിൽ വരുത്തിയ പരിവർത്തനങ്ങൾ എണ്ണമറ്റതാണ്. ഒരിക്കൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കുറച്ച് നന്മകൾ പറഞ്ഞു തന്നാലും, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അബൂദർ, നീ അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവനാവുക, അത് നിന്റെ മുഴുവൻ കാര്യങ്ങളെയും ഭംഗിയുള്ളതാക്കും. അള്ളാഹുവിനോട് ഭയഭക്തിയുള്ള മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയുള്ളതായി അള്ളാഹു അത് നൽകുമെന്നാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, കുറച്ചുകൂടി അങ്ങയുടെ ഉപദേശം എനിക്ക് നൽകിയാൽ. അപ്പോൾ വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഖുർആൻ പാരായണം ചെയ്യുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ പതിവാക്കുകയും ചെയ്യുക, എന്നാൽ ഉപരിലോകത്ത് നീ സ്മരിക്കപ്പെടും, ഭൂമിയിൽ നിനക്കത് പ്രകാശമായിരിക്കും. ഉപരിലോകത്ത് സ്മരിക്കപ്പെടുക എന്നത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ്. ഭൂമിയിൽ നമുക്കതൊരു പ്രകാശമാണ്. ഇരുൾ മൂടിയ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രകാശ കിരണങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഓരോ വചനങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക.
മനുഷ്യൻ ചിലപ്പോൾ അസ്വസ്ഥരാണ്. ഈ ഭൂമിയിലെ കുറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും സുഭിക്ഷതയും സന്തോഷവും ഒക്കെയുള്ള കുറെ മനുഷ്യന്മാർ, നമ്മളൊക്കെ അൽഹംദുലില്ലാ അല്ലാഹു അങ്ങനെ അനുഗ്രഹിച്ചവരാണ്. വലിയ പ്രയാസങ്ങളൊന്നുമില്ല. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് സന്തോഷിക്കാത്തത്, നമ്മുടെ മുഖമെന്താ പ്രസന്നമാകാത്തത്, നമ്മുടെ ഹൃദയമെന്താ പ്രശോഭിതമാകാത്തത്? ഖുർആനാണ് നമുക്ക് മുഖപ്രസന്നത തരേണ്ടത്. ഖുർആനാണ് നമുക്ക് ഹൃദയത്തിൽ പ്രകാശം പരത്തേണ്ടത്. ആ ഖുർആനിൽ നിന്ന് അകന്നുപോയാൽ പറ്റിയത്. ഖുർആൻ അതിന്റെ വചനങ്ങൾ എത്ര മഹത്തരമാണ്. ഞാനോ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാം. റോഡ് ടു മക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊരു സംഭവം സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. അത് എഴുതിയത് നമുക്കറിയാം. പോളണ്ടിലെ ഒരു ജൂത കുടുംബത്തിൽ 1900 ജനിച്ച ലിയോപോൾഡ് എന്ന മനുഷ്യനാണ്. 1990 ജനിച്ചു. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിനു മുമ്പ് തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുകയും മുസ്ലിം രാജാക്കന്മാരുമൊക്കെ ബന്ധപ്പെടുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുവാൻ പെട്ടെന്നുണ്ടായ ഒരു കാരണമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ബെർലിനിലെ ഭൂഗർഭ റെയിൽവേ ഫസ്റ്റ് ക്ലാസ് മുറിയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ എൽസയും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സമ്പന്നന്മാരൊക്കെയാണ് അതിലധികം ഉണ്ടാവുക. അദ്ദേഹം ഇരുന്ന സീറ്റിന്റെ മുന്നിൽ അദ്ദേഹം നോക്കി. അക്കാലത്തെ മധ്യ യൂറോപ്പിന്റെ സുഭിക്ഷതയും സന്തോഷവും ആർഭാടവും ഒക്കെ നേരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മടിയിൽ മനോഹരമായ ബ്രീഫ് കേസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ വജ്രമോതിരമുണ്ട്. ആ യൂറോപ്പിന്റെ സുഭിക്ഷതയുടെ അടയാളമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം നല്ല കൊഴുത്തു തടിച്ചിട്ടൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇദ്ദേഹത്തിന്റെ കണ്ണൊന്ന് തട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹത്തിന് എന്തോ ഒരു മ്ലാനത ഞാൻ മുഖത്ത് നേരിടുന്നതായി, എന്തോ ഒരു നിരാശയുള്ളതുപോലെ. എല്ലാ സുഖവും സന്തോഷമൊക്കെ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. പക്ഷെ പിന്നീട് അദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന സുഭംഗിയായ അദ്ദേഹത്തിന്റെ ആ സ്ത്രീയെ നോക്കി. ഇതേ അവസ്ഥ തന്നെ. ഉടയാടകളും ആഭരണങ്ങളും വസ്തുക്കളുമൊക്കെ നല്ല മനോഹരമാണ്, നല്ല ശരീരമാണ്, സൗന്ദര്യമാണ്. പക്ഷേ മുഖത്ത് എന്തോ ഒരു നിരാശയുള്ളതുപോലെ, ഒരു മ്ലാനതയുള്ളതുപോലെ. അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. ഇതെന്താ ഇങ്ങനെ? മധ്യ യൂറോപ്പിന്റെ സുഭിക്ഷതയുടെ അടയാളങ്ങളുള്ള ആളുകളൊക്കെ ഇതേ രൂപത്തിൽ തന്നെ അദ്ദേഹം കാണുകയാണ്. കടുത്ത ഒരു അതൃപ്തി അനുഭവപ്പെടുന്നത് പോലെ അദ്ദേഹം തോന്നിയ ഹരി എൽസയോട് പറഞ്ഞു, കണ്ടോ നീ ഈ ആളുകളെയൊക്കെ നോക്കി, എത്ര മനോഹരമാണ് അവർ, മനോഹരമായ ജീവിതം ആണ് അവർക്കുള്ളത്. പക്ഷെ എന്നിട്ടും അവരുടെ മുഖത്തൊരു മ്ലാനത കാണുന്നില്ലേ, ഒരു നിരാശ കാണുന്നില്ലേ, എന്തോ ഒരു സങ്കടം കാണുന്നില്ലേ, കടുത്തൊരു അതൃപ്തി കാണുന്നില്ലേ? എൽസയെ സംബന്ധിച്ചു. തിരിച്ചവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ തൻ്റെ മേശയുടെ മേലെ അദ്ദേഹം തലേ ദിവസം വായിച്ചു വെച്ച വിശുദ്ധ ഖുർആൻ അതിങ്ങനെ മലർന്നു കിടക്കും. അദ്ദേഹം അതെടുത്ത് മടക്കി വെക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുന്നത്. ആ വാക്കാണ്, ആ അധ്യായമുള്ള പേജാണ് തുറന്നു കിടക്കുന്നത്. അദ്ദേഹം അതൊന്നും എടുത്തു വായിച്ചു. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ
ثم لتسألن يومئذ عن النعيم. ഖുർആനിലെ ഒരു ചെറിയ അധ്യായം. ആ അധ്യായം വായിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുകയാ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇളകുകയാ. എന്തായി സംഭവിക്കുന്നത്? ഞാൻ ഇന്നലെ കണ്ട ബെർലിനിലെ ഭൂഗർഭ റെയിൽവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വിലപിടിപ്പുള്ള മനുഷ്യന്മാർ അവരുടെ ബ്രീഫ് കേസുകളും വജ്രമോതിരങ്ങളും അവരുടെ ഉടയാടുകളും അവരുടെ ശരീരവും ഒക്കെ എത്ര മനോഹരമാണ്. പക്ഷേ അവരുടെ മുഖം മ്ലാനമാണ്. എന്തുകൊണ്ട് എന്ന ആ ചോദ്യത്തിന് പ്രിയപ്പെട്ടവളെ എനിക്ക് ഉത്തരം കിട്ടിയതുപോലെ എനിക്ക് തോന്നുകയാ. അതുകൊണ്ട് തന്നെ ഈ മഹത് വചനം ഇങ്ങനെ വായിക്കുമ്പോൾ എന്റെ കൈ വിറയ്ക്കുകയാ. അൽഹാകുമുത് തകാസുർ. മനുഷ്യൻ അവന്റെ ത്വരയുണ്ടല്ലോ, അവന്റെ അധിക പ്രസംഗം, അവന്റെ ആധിക്യത്തിനെ സംബന്ധിച്ചുള്ള അവന്റെ ആ ഒരു സന്തോഷാവസ്ഥ, അൽഹാകുമുത് തകാസുർ, അവനെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എത്രത്തോളം ഹത്താ സുർതുമുൽ മഖാബിർ, ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ. കല്ലാ സയലമൂൻ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരറിയും, വഴിയെ അല്ലല്ല, അവർ വഴിയെ അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായ ഒരു അറിവ്. എന്നിട്ട് അല്ലാഹ് പറയുന്നല്ലോ, നരകത്തെ അവർ കാണുക തന്നെ ചെയ്യും. പിന്നെ അവന്റെ കണ്ണുകൊണ്ട് ഉറപ്പായിട്ട് അതിനെ കാണും. പിന്നെ അന്ന് ഈ അനുഗ്രഹങ്ങളുടെ സുഖാനുഭൂതിയുടെ സുഖ സൗകര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ വചനം എത്രമാത്രം അർത്ഥവത്താണ്. ഇന്നലെ ഞാൻ കണ്ട ആ മ്ലാനമായ മുഖങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് ഇതാ കൃത്യമായൊരു ഉത്തരം എനിക്ക് കിട്ടിയിരിക്കുന്നു, അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ വേഗം അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു മുസ്ലിം പണ്ഡിതനെ നോക്കി പിടിച്ച്, ഇന്ത്യൻ വംശജനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നോക്കുക, അദ്ദേഹത്തിന് വന്ന ആ ലിയോപോൾഡ് വൈസ് എന്ന് പറയുന്ന മനുഷ്യന് വന്ന ആ മനുഷ്യന് വന്ന മാറ്റം ഈ വിശുദ്ധ ഖുർആന്റെ ഈ വചനവും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുടെ സന്ദർഭങ്ങളുടെ അവസ്ഥകളെ ഇതുമായി തുലനം ചെയ്തപ്പോൾ വിശുദ്ധ ഖുർആൻ എത്രമാത്രം മഹത്തരമാണ് എന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം പിന്നെ താമസിച്ചില്ല, ഇസ്ലാമിലേക്ക് വന്നു എന്നതാണ് എനിക്ക് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ലോകത്ത് മനുഷ്യനെ മാറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാലോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കുറെ സുഖത്തിലാണല്ലോ, സന്തോഷത്തിലല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്. അൽഹംദുലില്ലാഹ്, എത്രയാ നമ്മളെ അനുഗ്രഹിച്ചത്. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അസ്വസ്ഥത നമ്മെ പിടികൂടുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേവലാതികളാൽ പള്ളികളുടെ അകത്തളങ്ങളിൽ പോലും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ പോലും നിരാശാജനകമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ബോധത്തിന്റെ കുറവാണ്. നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. ആ ജീവിതമാണ് അടിസ്ഥാനപരമായി നമ്മൾ കാക്ഷിക്കേണ്ടത്. ആ ജീവിതത്തെ കാക്ഷിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെ മനുഷ്യന് ഈ ഭൂമിയിൽ കഴിയണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സിറാത്തുൽ മുസ്തഖീം,
നേരായ ചൊവ്വായ ഒരു പാത അന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ചൂതാട്ടത്തിന്റെ, ലോട്ടറികളുടെ ഒക്കെ പിറകെ പോകുന്ന മനുഷ്യന്മാർ, എന്നിട്ട് ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥ അല്ലേ? ചില ആളുകളൊക്കെ സമാധാനത്തിന് വേണ്ടി ഒന്ന് കടപ്പുറത്ത് പോയിട്ട് ഒരു പെക്കിട എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ പണ്ട് കേട്ടിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ പൊടികളോ ഉപയോഗിക്കുന്ന അവസ്ഥ. എന്നിട്ട് സമാധാനമല്ല അവന് കിട്ടുന്നത്, അസ്വസ്ഥതയാണ്. അവന്റെ ജീവിതം നശിച്ചു. എത്രയെത്ര ജീവിതങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വിശുദ്ധ ഖുർആൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ ഒരു മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന, ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമായി സത്യാസത്യങ്ങൾ വിവേചിച്ച് പറയുന്ന മഹത്തരമായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം കിട്ടിയ നമ്മൾ തന്നെ അതറിയിക്കുക, അത് തള്ളുകയാണ്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ആദം നബി അലൈഹിസ്സലാം, ഹവ്വ നമ്മുടെ ഉമ്മയും ഉപ്പയും, അവരെ അല്ലാഹ് പഠിച്ചിരുന്നത് സ്വർഗത്തിലാണ്. നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ആസ്ഥാനം സ്വർഗ, നമ്മുടെ തറവാട് സ്വർഗ, നമ്മളെ തറവാട് സ്വർഗ. ആ സ്വർഗത്തിൽ നിന്ന് പൈശാചിക പ്രേരണയാൽ അരുതാത്തത് ചെയ്തു പോയതിന്റെ പേരിൽ അവർ പുറത്തു വന്നു. പുറത്തു വരുമ്പോ അല്ലാഹ് അവരോട് പറയുന്ന ഒരു വർത്താനമുണ്ട്. നമ്മളെല്ലാവരും പോയിക്കൊള്ളി. സ്വർഗം ഇപ്പോൾ നിങ്ങൾക്ക് അർഹമല്ല, നിങ്ങൾ ഇറങ്ങുക. പിന്നീട് എന്നിൽ നിന്ന് ഒരു ഹുദ നിങ്ങൾക്ക് വന്നെത്തും. ഹുദലിന്നാസ്, മനുഷ്യർക്കുള്ള നിർമാർഗത്തിന്റെ ഈ വിശുദ്ധ ഖുർആനാകുന്ന, ഇതിന്റെ മുമ്പ് പൂർവ പ്രവാചകന്മാർക്ക് ഇറക്കിയ ദിവ്യ വെളിച്ചങ്ങൾ പോലെ അത് മുതൽ ഇന്ന് വരെ അള്ളാഹുവിന്റെ സന്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഹുദ നിങ്ങൾക്ക് വരും. ആ ഹുദേ, ആ നേർമാർഗത്തെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്കൊരു ദുഃഖമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങൾ അതിനെ പിൻപറ്റണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന സൃഷ്ടാവായ അല്ലാഹു നമുക്ക് ഇറക്കി തന്ന ഈ ഹുദ, ഇത് നമ്മൾ സ്വീകരിക്കുക. തയ്യാറുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, എല്ലാ ദുഃഖവും തീരും, എല്ലാ അതൃപ്തികളും അവസാനിക്കും, എല്ലാ നിരാശയും ഇല്ലാതാകും, എല്ലാ സങ്കീർണതകളും എളുപ്പമാകും. അതിന് ഖുർആനിലേക്ക് മടങ്ങണം. നമ്മൾ വിശുദ്ധ റമദാനിലെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ കൊച്ചനുജന്മാരായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇതൊരു മഹത്തരമായ ഗ്രന്ഥമാണ്, മനോഹരമായ ഒരു ഗ്രന്ഥമാണ്, സമാനതകളില്ലാത്തൊരു ഗ്രന്ഥമാണ്, തുല്യതയില്ലാത്തൊരു ഗ്രന്ഥമാണ്. നമ്മളതൊന്നിട്ട് വായിക്കണം, ഇതിന്റെ ആശയങ്ങളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങണം. അത് കേവലം പാരായണം ചെയ്താൽ പോരാ, നന്നായി ഒന്ന് പഠിക്കുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു ജീവിതം അവിടെ കിട്ടും, സന്തുഷ്ടമായ സന്തോഷകരമായ ജീവിതം കിട്ടും. ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചം. ആ ദിവ്യ വെളിച്ചം സ്വായത്തമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മനുഷ്യരായി നല്ല മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനുമായും റമളാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശഅബാനിൻ്റെ പ്രത്യേകതയായി നമ്മളൊക്കെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നോമ്പെടുക്കാൻ ശ്രമിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ശഅബാൻ മാസത്തിൽ അത്ര നോമ്പ് മറ്റൊരു മാസത്തിലും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നോമ്പ് ഒന്നിനും മാസം കണ്ടെന്ന് പറയുമ്പോൾ വേഗം ഒരു നോമ്പെടുത്താൽ പിറ്റേന്ന് ഒരു കൊല്ലത്തോളം നമ്മളിങ്ങനെ സുരക്ഷതയിൽ കഴിഞ്ഞല്ലേ. അപ്പോൾ തലവേദനയാവും, ടെൻഷനാവും, പ്രശ്നമാവും, കാളലാവും, ഇങ്ങനെ 100 വിഷയങ്ങളായി നേരത്തെ തന്നെ അതിനൊരുങ്ങുക. റമളാനിൻ്റെ മുമ്പുള്ള ഈ മാസത്തിൽ പരമാവധി നോമ്പെടുക്കുക. അത് ശഅബാൻ 15 മാത്രം എടുക്കുന്നൊരു പ്രവണതയുണ്ട് നമ്മുടെ നാട്ടിൽ. ആ പ്രവർത്തനത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല. എടുക്കുക, 15 എടുക്കുക, എല്ലാ ദിവസവും കുറേ ദിവസം എടുക്കുക. അത് സത്യവിശ്വാസികളൊന്നും സഹോദരന്മാരൊന്നും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷഹ്റു റജബിൻ ഷഹ്രി കഴിഞ്ഞ റജബ് മാസത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത് വിള ഇറക്കുന്ന വിത്തിറക്കുന്ന മാസമാണെന്ന്. ഷഅബാൻ അത് നനച്ച് വളർത്തുന്ന മാസമാണ്. പിന്നെ അത് കൊയ്തെടുക്കുന്ന മാസമാണ് റമളാൻ. ഈ 3 മാസത്തെയും പവിത്രമായി നമ്മൾ കാണണം. റജബ് വളരെ പവിത്രമാണ്, റമളാൻ പരിശുദ്ധമാണ്. അതിൻ്റെ ഇടയിലുള്ള ഈ മാസത്തെ നിങ്ങൾ അശ്രദ്ധയോടെ ആയിപ്പോകും എന്നതുകൊണ്ട് കൂടുതൽ ഇബാദത്തുകളിലേക്ക് മുഴുകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആജ്ഞ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അതാ യഥാർത്ഥമായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തുക. പുതിയത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിബാഅ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ ഇത്തിബാഅ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റസൂൽ ചെയ്ത് കാണിക്കണം, അല്ല റസൂൽ ചെയ്യാൻ പറയണം. അതിനെ സ്വീകാര്യത അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി അതിനെ കിട്ടും. അതുകൊണ്ട് ഇത്തിബാഅ് വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂൽ എന്താണോ ശഅബാനിൽ ചെയ്തത് അത് നമ്മളും ചെയ്യുക. അതാണ് അള്ളാഹുവിൻ്റെ സ്വീകാര്യമായത്. അങ്ങനെ ഇത്തിബാഉം ഇഖ്ലാസും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൽ കൂടുതൽ ഇബാദത്ത്, റമളാനിലേക്ക് ഒരുങ്ങുവാൻ വേണ്ടി ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കാനും മറ്റ് കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിലേക്ക് എത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു റമളാൻ കൂടി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവെ, വിശുദ്ധരായ മനസ്സുമായ റമളാനിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ അള്ളാഹ്. എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണമേ അള്ളാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഞങ്ങളുടെ മക്കൾക്കും ഇണകൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണമേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചണമേ അള്ളാഹ്. സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഈ നാട്ടിനും നിർഭയത്വവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات